നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ ഈ രണ്ട് കണ്ണുകൾക്കപ്പുറം കാണാൻ കഴിയുന്ന മറ്റൊരു ലോകമുണ്ടോ എന്ന്? ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിനു മുൻപ് തന്നെ നിങ്ങൾക്ക് അത് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങളെ നോക്കുന്നുണ്ടെന്ന് തിരിഞ്ഞു നോക്കാതെ തന്നെ നിങ്ങൾക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ശരിയായ കാര്യമേതാണ്, തെറ്റായ കാര്യമേതാണ് എന്ന് യുക്തിക്കപ്പുറം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നതുപോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എങ്കിൽ തീർച്ചയായും നിങ്ങൾ അറിയണം, നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന എന്നാൽ ഉണരാൻ വെമ്പുന്ന ഒരു മഹാശക്തിയുണ്ട്. അതാണ് മൂന്നാം കണ്ണ്. നമ്മുടെ രണ്ട് കണ്ണുകൾ ഈ ഭൗതിക ലോകത്തെ കാണാൻ നമ്മെ സഹായിക്കുമ്പോൾ, നമ്മുടെ മൂന്നാമത്തെ കണ്ണ് നമുക്ക് കാണിച്ചു തരുന്നത് ഭൗതികതയ്ക്കപ്പുറമുള്ള അദൃശ്യമായ കാര്യങ്ങളാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിലും മറ്റ് പല പുരാതന സംസ്കാരങ്ങളിലും ഈ മൂന്നാം കണ്ണിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പരമശിവന്റെ നെറ്റിയിലുള്ള മൂന്നാം കണ്ണ് അറിവിന്റെയും വിവേകത്തിന്റെയും പ്രതീകമാണ്. ശിവന്റെ മൂന്നാം കണ്ണ് തുറക്കുമ്പോൾ അജ്ഞാനം കത്തിച്ചാമ്പലാകുന്നു എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. യോഗശാസ്ത്രത്തിൽ ഇതിനെ ആജ്ഞാചക്രം എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള 7 പ്രധാന ചക്രങ്ങളിൽ 6ാമത്തെ ചക്രമാണിത്. നമ്മുടെ 2 പുരികങ്ങൾക്ക് നടുവിലായിട്ടാണ് ഇതിന്റെ സ്ഥാനം എന്ന് യോഗശാസ്ത്രം പറയുന്നു. ആജ്ഞ എന്ന വാക്കിന്റെ അർത്ഥം നിർദ്ദേശം അല്ലെങ്കിൽ ആജ്ഞാപിക്കുക എന്നാണ്. അതായത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണിത്. എന്നാൽ ഇത് വെറുമൊരു വിശ്വാസം മാത്രമാണോ എന്ന് പലരും സംശയിച്ചേക്കാം. അല്ല എന്നതാണ് സത്യം. ആധുനിക ശാസ്ത്രം ഇതിനെ പീനിയൽ ഗ്ലാൻഡ് എന്ന പേരിൽ അംഗീകരിച്ചിട്ടുണ്ട്. നമ്മുടെ തലച്ചോറിന്റെ കൃത്യം നടുവിലായി 2 അർദ്ധഗോളങ്ങൾക്കുമിടയിൽ പൈൻമരത്തിന്റെ കോണിന്റെ ആകൃതിയിലുള്ള ഒരു ചെറിയ ഗ്രന്ഥിയാണിത്. ഒരു അരിമണിയുടെ അത്രയും മാത്രമേ ഇതിന് വലിപ്പമുള്ളൂ. എങ്കിലും നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ താളവും നിയന്ത്രിക്കുന്നത് ഈ ചെറിയ ഗ്രന്ഥിയാണ്. നമ്മുടെ ഉറക്കത്തെയും ഉണർവിനെയും നിയന്ത്രിക്കുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പീനിയൽ ഗ്രന്ഥിയാണ്. വെളിച്ചം കുറയുമ്പോൾ മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുകയും നമുക്ക് ഉറക്കം വരികയും ചെയ്യുന്നു. വെളിച്ചം കൂടുമ്പോൾ ഇതിന്റെ ഉൽപ്പാദനം കുറയുകയും നമ്മൾ ഉണരുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, ആത്മീയമായ അനുഭവങ്ങൾ നൽകാൻ സഹായിക്കുന്ന DMT എന്ന രാസവസ്തുവും ഇവിടെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്ന് ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. പ്രശസ്ത തത്വചിന്തകനായ റെനെ ഡെസ്കാർട്ടസ് പീനിയൽ ഗ്രന്ഥിയെ ആത്മാവിന്റെ ഇരിപ്പിടം എന്നാണ് വിശേഷിപ്പിച്ചത്. പുരാതനകാലത്ത് മനുഷ്യർക്ക് പ്രകൃതിയുമായി വലിയ ബന്ധമുണ്ടായിരുന്നു. അവർ പ്രകൃതിയുടെ താളത്തിനൊത്തു ജീവിച്ചു. അതുകൊണ്ടുതന്നെ അവരുടെ മൂന്നാം കണ്ണ് വളരെ സജീവമായിരുന്നു. മൃഗങ്ങളുടെ വരവും കാലാവസ്ഥാ വ്യതിയാനങ്ങളും അവർ മുൻകൂട്ടി അറിഞ്ഞിരുന്നു. എന്നാൽ കാലം മാറിയപ്പോൾ നമ്മുടെ ജീവിതശൈലി വലിയ രീതിയിൽ മാറി. പ്രകൃതിയിൽ നിന്നകന്ന് കോൺക്രീറ്റ് കാടുകളിൽ നമ്മൾ ഒതുങ്ങി. രാസവസ്തുക്കൾ നിറഞ്ഞ ഭക്ഷണവും വെള്ളവും നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. കൃത്രിമ വെളിച്ചത്തിൽ രാവും പകലും വ്യത്യാസമില്ലാതെ നമ്മൾ ജീവിക്കുന്നു. ഇതെല്ലാം നമ്മുടെ പീനിയൽ ഗ്രന്ഥിയെ പ്രതികൂലമായി ബാധിച്ചു. ഈ ഗ്രന്ഥി ചുരുങ്ങാനും അതിന്റെ പ്രവർത്തനം മന്ദഗതിയിലാകാനും തുടങ്ങി. കാൽസ്യം അടിഞ്ഞുകൂടി ഈ ഗ്രന്ഥി കട്ടിയാകുന്ന അവസ്ഥ ഇന്ന് മിക്കവരിലും കാണാം. അതിനാൽ തന്നെ നമ്മുടെ 6ാം ഇന്ദ്രിയം പൂർണ്ണമായും അടഞ്ഞ അവസ്ഥയിലാണ് ഇന്ന്. നമ്മൾ ഈ കാണുന്ന ഭൗതിക ലോകം മാത്രമാണ് സത്യം എന്ന് വിശ്വസിച്ച് ജീവിക്കുകയാണ് നമ്മൾ. എന്നാൽ അതിനപ്പുറം വലിയൊരു ലോകമുണ്ട്. ആ ലോകത്തേക്ക് കടക്കാനുള്ള താക്കോലാണ് മൂന്നാം കണ്ണ് ഉണർത്തുക എന്നത്. ഇതൊരു മാന്ത്രിക വിദ്യയല്ല, മറിച്ച് നമ്മുടെ തന്നെ ഉള്ളിലുള്ള ഒരു സ്വാഭാവികമായ കഴിവ് തിരിച്ചറിയുക മാത്രമാണ്. നമ്മുടെ ബോധതലത്തെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു യാത്രയാണിത്. മൂന്നാം കണ്ണ് ഉണരുമ്പോൾ നമുക്ക് നമ്മളെത്തന്നെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ നമുക്ക് മുൻപിൽ വെളിപ്പെടും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ തീരുമാനങ്ങൾ കൂടുതൽ കൃത്യമാകും. ജീവിതത്തിൽ എന്തു പ്രശ്നങ്ങൾ വന്നാലും അതിനെ വളരെ ശാന്തമായി നേരിടാൻ നമുക്ക് സാധിക്കും. അനാവശ്യമായ ഭയവും ഉത്കണ്ഠയും നമ്മെ വിട്ടുമാറും. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ പിന്തുണയാണ് ഇത്തരം അറിവുകൾ പങ്കുവയ്ക്കാൻ ഞങ്ങൾക്കുള്ള ഊർജം. ഇനി നമുക്ക് മൂന്നാം കണ്ണ് ഉണരുന്നതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് വളരെ വിശദമായി തന്നെ നോക്കാം. നിങ്ങളുടെ ഉള്ളിൽ ഇത്തരം മാറ്റങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ഈ ലക്ഷണങ്ങളിലൂടെ നിങ്ങൾക്ക് സ്വയം വിലയിരുത്താവുന്നതാണ്. പലരിലും പല രീതിയിലാകും ഈ ലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. ഒന്നാമത്തെ ലക്ഷണം, നിങ്ങളുടെ നെറ്റിയുടെ മധ്യഭാഗത്തായി, അതായത് 2 പുരികങ്ങൾക്ക് നടുവിലായി അനുഭവപ്പെടുന്ന ഒരു പ്രത്യേകതരം മർദ്ദമാണ്. അവിടെ ആരോ വിരൽ വെച്ച് മൃദുവായി അമർത്തുന്നതുപോലെയോ അല്ലെങ്കിൽ ഒരു ചെറിയ തരിപ്പോ സ്പന്ദനമോ നിങ്ങൾക്കനുഭവപ്പെടാം. ചില സമയങ്ങളിൽ ഇതൊരു ചെറിയ തലവേദനയായി തോന്നിയേക്കാം. എന്നാൽ അത് സാധാരണ നമ്മൾ അനുഭവിക്കുന്ന തലവേദന പോലെയല്ല. നെറ്റിയുടെ മധ്യഭാഗത്ത് മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു ഭാരമായിരിക്കും അത്. ധ്യാനിക്കുമ്പോഴോ ശാന്തമായിരിക്കുമ്പോഴോ ഈ മർദ്ദം കൂടുതലായി അനുഭവപ്പെടും. ഇത് പേടിക്കേണ്ട ഒരു കാര്യമല്ല. നിങ്ങളുടെ അടഞ്ഞുകിടക്കുന്ന ആജ്ഞാചക്രം പതുക്കെ സജീവമാകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ശാരീരിക ലക്ഷണമാണിത്.
ആ ഭാഗത്തേക്ക് കൂടുതൽ ഊർജ്ജം പ്രവഹിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. രണ്ടാമത്തെ ലക്ഷണം നിങ്ങളുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ശക്തമായ തോന്നലുകളാണ്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നുവെന്നും അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നും നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരാൾ നിങ്ങളോട് കള്ളം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം അത് കള്ളമാണെന്ന് നിങ്ങളോട് വിളിച്ചു പറയും. അവരുടെ വാക്കുകളേക്കാൾ അവരുടെ ഊർജ്ജം വായിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ഉൾക്കാഴ്ച വളരെ കൃത്യമായിരിക്കും. പലപ്പോഴും യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം പറയുന്നത്, എന്നാൽ പിന്നീടത് സത്യമായി ഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ ലക്ഷണം നിങ്ങളുടെ സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. മൂന്നാം കണ്ണ് ഉണർന്നു തുടങ്ങുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ മുമ്പത്തേക്കാൾ വളരെ വ്യക്തവും ജീവസുറ്റതുമാകും. അതിലെ നിറങ്ങളും ശബ്ദങ്ങളും വളരെ യഥാർത്ഥമായി നിങ്ങൾക്ക് തോന്നും. ചിലപ്പോൾ നിങ്ങൾക്ക് സ്വപ്നത്തിൽ നിങ്ങളുടെ ബോധം നിലനിർത്താൻ സാധിക്കും. അതായത് നിങ്ങൾ സ്വപ്നം കാണുകയാണെന്ന് സ്വപ്നത്തിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിലൂടെ നിങ്ങൾക്ക് ആ സ്വപ്നങ്ങളെ നിയന്ത്രിക്കാൻ വരെ കഴിഞ്ഞേക്കാം. മുൻകാല ജനനങ്ങളിലെ ഓർമ്മകളോ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളോ സ്വപ്നത്തിലൂടെ ദർശിക്കാൻ ചിലർക്ക് സാധിക്കാറുണ്ട്. ഉറക്കത്തിൽ നിന്ന് ഉണർന്നാലും ആ സ്വപ്നങ്ങൾ ഒരു സിനിമ പോലെ നിങ്ങളുടെ മനസ്സിൽ മായാതെ നിൽക്കും. നാലാമത്തെ ലക്ഷണം പ്രകാശത്തോടും ശബ്ദത്തോടുമുള്ള അമിതമായ സെൻസിറ്റിവിറ്റിയാണ്. നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ കൂടുതൽ സൂക്ഷ്മമാകുന്നതിന്റെ ലക്ഷണമാണിത്. വളരെ ചെറിയ ശബ്ദങ്ങൾ പോലും നിങ്ങൾക്ക് വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞേക്കാം. ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ അവിടെയുള്ള എല്ലാവരുടെയും ഊർജ്ജം ഒന്നിച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നതുപോലെ തോന്നും. ചിലപ്പോൾ പ്രകൃതിയിലെ നിറങ്ങൾ മുമ്പത്തേക്കാൾ കൂടുതൽ തിളക്കമുള്ളതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. വലിയ ശബ്ദങ്ങളും അമിതമായ പ്രകാശവും നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാക്കിയേക്കാം. അതിനാൽ ശാന്തമായ അന്തരീക്ഷം നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കും. അഞ്ചാമത്തെ പ്രധാന ലക്ഷണം നിങ്ങളുടെ ആഹാരരീതികളിൽ വരുന്ന മാറ്റമാണ്. അബോധപൂർവമായി തന്നെ നിങ്ങളുടെ ശരീരം പ്രകൃതിദത്തമായ ഭക്ഷണങ്ങൾ ആഗ്രഹിക്കാൻ തുടങ്ങും. കൃത്രിമ നിറങ്ങളും രാസവസ്തുക്കളും അടങ്ങിയ ഭക്ഷണങ്ങളോട് നിങ്ങൾക്ക് വെറുപ്പ് തോന്നും. കൂടുതൽ പഴങ്ങളും പച്ചക്കറികളും കഴിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടും. മാംസാഹാരം കഴിക്കുന്നത് നിർത്താൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ശക്തമായ തോന്നലുണ്ടായേക്കാം. ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് പെട്ടെന്ന് തന്നെ ക്ഷീണം അനുഭവപ്പെടും. ഭക്ഷണം എന്നത് വെറും വിശപ്പടക്കാനുള്ള ഒന്നല്ല, മറിച്ച് ശരീരത്തിലേക്കുള്ള ജീവോർജ്ജമാണെന്ന് നിങ്ങൾ തിരിച്ചറിയും. ആറാമത്തെ ലക്ഷണം ഏകാന്തതയോടുള്ള ഇഷ്ടമാണ്. മുൻപ് ആളുകളുടെ കൂടെ എപ്പോഴും ഇരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന നിങ്ങൾ ഇപ്പോൾ സ്വന്തമായി കുറച്ചു സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കും. ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ വല്ലാത്തൊരു ശൂന്യത നിങ്ങൾക്ക് അനുഭവപ്പെടും. പ്രകൃതിയോടൊപ്പം സമയം ചിലവഴിക്കാൻ നിങ്ങൾ കൂടുതൽ താൽപ്പര്യം കാണിക്കും. മരങ്ങളെയും മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാം നിങ്ങൾ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങും. അർത്ഥമില്ലാത്ത സംസാരങ്ങളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും നിങ്ങൾ ബോധപൂർവം മാറി നിൽക്കും. നിശബ്ദത നിങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി മാറും. ഏഴാമത്തെ ലക്ഷണം നിങ്ങളുടെ താൽപ്പര്യങ്ങളിൽ വരുന്ന മാറ്റമാണ്. ഭൗതികമായ സമ്പത്തിനോടും പ്രശസ്തിയോടുമുള്ള നിങ്ങളുടെ ആർത്തി കുറയും. ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ചും പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കും. നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന ചോദ്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉയർന്നുവരും. എട്ടാമത്തെ ലക്ഷണം ആളുകളുടെ ഊർജ്ജം മനസ്സിലാക്കാനുള്ള കഴിവാണ്. ഒരാളെ ആദ്യമായി കാണുമ്പോൾ തന്നെ അയാളുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാകും. ചില ആളുകളുടെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ഊർജ്ജം ലഭിക്കുന്നതായും, എന്നാൽ മറ്റു ചിലരുടെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം മുഴുവൻ ചോർന്നു പോകുന്നതായും നിങ്ങൾക്ക് അനുഭവപ്പെടും. അതിനാൽ പോസിറ്റീവ് ചിന്തകളുള്ള ആളുകളുമായി മാത്രം ചങ്ങാത്തം കൂടാൻ നിങ്ങൾ ശ്രമിക്കും. ഒൻപതാമത്തെ ലക്ഷണം തലയ്ക്കു ചുറ്റും ഒരു പ്രകാശം അല്ലെങ്കിൽ ഊർജ്ജവലയം ഉള്ളതുപോലെ തോന്നുന്നതാണ്. ചിലർക്ക് മറ്റുള്ളവരുടെ ശരീരത്തിനു ചുറ്റുമുള്ള ഊർജ്ജവലയം നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കും. പത്താമത്തെ ലക്ഷണം വലിയ സഹാനുഭൂതിയാണ്. ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും വേദന നിങ്ങളുടെ സ്വന്തം വേദനയായി നിങ്ങൾക്ക് അനുഭവപ്പെടും. ഞാൻ എന്റെ എന്ന സ്വാർത്ഥ ചിന്തകളിൽ നിന്ന് മാറി നാം എന്ന വിശാലമായ ചിന്തയിലേക്ക് നിങ്ങൾ മാറും. ഈ ലക്ഷണങ്ങളെല്ലാം ഒറ്റയടിക്ക് ഒരു വ്യക്തിയിൽ പ്രകടമാകണം എന്നില്ല. പതുക്കെ പതുക്കെയാണ് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഇനി ഈ മൂന്നാം കണ്ണ് ഉണർത്താൻ നമ്മൾ ബോധപൂർവം എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇതിനായി വളരെ എളുപ്പത്തിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ധ്യാനമാണ്. എല്ലാ ദിവസവും കുറച്ച് സമയം ശാന്തമായിരിക്കുക. രാവിലെയോ വൈകുന്നേരമോ ഇതിനായി തിരഞ്ഞെടുക്കാം. നട്ടെല്ല് നിവർത്തി ശാന്തമായിരിക്കുക. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ പുരികങ്ങൾക്ക് നടുവിലുള്ള ആ ബിന്ദുവിൽ കേന്ദ്രീകരിക്കുക. അവിടെ ഒരു ചെറിയ പ്രകാശം അല്ലെങ്കിൽ ഒരു നീല നിറത്തിലുള്ള വെളിച്ചമുള്ളതായി സങ്കൽപ്പിക്കുക. ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും ആ പ്രകാശം കൂടുതൽ തിളക്കമുള്ളതാകുന്നതായി മനസ്സിൽ കാണുക. ദിവസവും 10-20 മിനിറ്റ് ഇങ്ങനെ ചെയ്യുന്നത് ആജ്ഞാചക്രത്തെ ഉണർത്താൻ വളരെ നല്ലതാണ്. നിങ്ങളുടെ മുഴുവൻ ഊർജ്ജവും ആ ഒരു ബിന്ദുവിലേക്ക് കൊണ്ടുവരികയാണിവിടെ ചെയ്യുന്നത്.
രണ്ടാമത്തെ വഴി ത്രാടകം പരിശീലിക്കുക എന്നതാണ്. ഇത് വളരെ പുരാതനമായ ഒരു യോഗരീതിയാണ്. ഇരുട്ടുള്ള ഒരു മുറിയിൽ ഒരു മെഴുകുതിരി കത്തിച്ചുവെക്കുക, അല്ലെങ്കിൽ ഒരു നെയ്യ് വിളക്ക് കത്തിച്ചുവെക്കുക. ആ നാളം നിങ്ങളുടെ കണ്ണുകളുടെ അതേ ഉയരത്തിലായിരിക്കണം. അതിൽ നിന്ന് ഏകദേശം 2 അടി മാറിയിരിക്കുക. കണ്ണ് ചിമ്മാതെ ആ നാളത്തിലേക്ക് തന്നെ നോക്കിയിരിക്കുക. നാളത്തിന്റെ ഏറ്റവും തിളക്കമുള്ള മുകൾ ഭാഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതുവരെ ഇങ്ങനെ നോക്കാം. അതിനുശേഷം പതുക്കെ കണ്ണുകൾ അടച്ച് ആ തിളങ്ങുന്ന രൂപം നിങ്ങളുടെ പുരികങ്ങൾക്ക് നടുവിൽ കാണാൻ ശ്രമിക്കുക. മനസ്സിലെ ഇരുട്ടിൽ ആ പ്രകാശം തെളിഞ്ഞു നിൽക്കുന്നത് കാണാം. ഇത് നിങ്ങളുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കാനും മൂന്നാം കണ്ണ് വേഗത്തിലുണർത്താനും വളരെയധികം സഹായിക്കും. മൂന്നാമത്തെ വഴി പ്രാണായാമമാണ്. നമ്മുടെ ശ്വാസവും നമ്മുടെ മനസ്സും തമ്മിൽ വളരെ വലിയ ബന്ധമുണ്ട്. നമ്മുടെ ശ്വാസം നിയന്ത്രിക്കുന്നതിലൂടെ മനസ്സിനെയും നിയന്ത്രിക്കാം. നാഡീശോധന പ്രാണായാമം അഥവാ അനുലോം വിലോം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ നാഡികളെ ശുദ്ധീകരിക്കാൻ സഹായിക്കും. വലത്തെ മൂക്കിലൂടെ ശ്വാസമെടുത്ത് ഇടത്തെ മൂക്കിലൂടെ വിടുകയും പിന്നീട് ഇടത്തെ മൂക്കിലൂടെ ശ്വാസമെടുത്ത് വലത്തെ മൂക്കിലൂടെ വിടുകയും ചെയ്യുന്ന ഈ രീതി തലച്ചോറിന്റെ 2 ഭാഗങ്ങളെയും സന്തുലിതമാക്കുന്നു. ഇത് മൂന്നാം കണ്ണിന്റെ ഉണർവിന് അത്യന്താപേക്ഷിതമാണ്. നാലാമത്തെ വഴി ഓംകാര ജപമാണ്. ഓം എന്നത് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ശബ്ദമാണ്. നിങ്ങൾ ഓം എന്നുച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ കമ്പനം നിങ്ങളുടെ തലച്ചോറിലും പ്രത്യേകിച്ച് പീനിയൽ ഗ്രന്ഥിയിലും ചെന്ന് പ്രതിധ്വനിക്കും. കണ്ണുകൾ അടച്ചിരുന്ന് ആഴത്തിൽ ശ്വാസമെടുത്ത ശേഷം ശബ്ദമുണ്ടാക്കി ഓം എന്ന് ജപിക്കുക. ഈ സമയം നിങ്ങളുടെ ശ്രദ്ധ പുരികങ്ങൾക്ക് നടുവിലായിരിക്കണം. ആ ശബ്ദത്തിന്റെ വൈബ്രേഷൻ നിങ്ങളുടെ നെറ്റിയിൽ അനുഭവപ്പെടുന്നതായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് പീനിയൽ ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കുന്ന ഒരുതരം ആന്തരിക മസാജാണ്. അഞ്ചാമത്തെ വഴി ഭക്ഷണ ക്രമീകരണമാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പീനിയൽ ഗ്രന്ഥി ചുരുങ്ങാൻ പ്രധാന കാരണം ഫ്ലൂറൈഡ് പോലെയുള്ള രാസവസ്തുക്കളാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലും ഉപയോഗിക്കുന്ന ടൂത്ത്പേസ്റ്റിലും ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ഫ്ലൂറൈഡ് ഇല്ലാത്ത ഓർഗാനിക് പേസ്റ്റുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കൂടാതെ ജൈവരീതിയിൽ കൃഷി ചെയ്ത പച്ചക്കറികളും പഴങ്ങളും ധാരാളം കഴിക്കുക. സൂര്യപ്രകാശമേറ്റ് വളരുന്ന ആഹാരസാധനങ്ങളിൽ ജീവന്റെ അംശം കൂടുതലായിരിക്കും. അവ കഴിക്കുന്നത് നമ്മുടെ ഊർജ്ജനില വർദ്ധിപ്പിക്കും. ആറാമത്തെ വഴി സൂര്യനെ നോക്കുന്നതാണ്. രാവിലെ ഉദിച്ചുവരുന്ന സൂര്യനെയോ അല്ലെങ്കിൽ വൈകുന്നേരം അസ്തമിക്കാൻ പോകുന്ന സൂര്യനെയോ നഗ്നനേത്രങ്ങൾ കൊണ്ട് കുറച്ചുനേരം നോക്കി നിൽക്കുന്നത് വളരെ നല്ലതാണ്. സൂര്യരശ്മികൾ കണ്ണിലൂടെ കടന്ന് പീനിയൽ ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കും. എന്നാൽ ഉച്ചസമയത്തെ സൂര്യനെ ഒരിക്കലും നോക്കരുത്. ഉദയസമയത്തെ ആദ്യത്തെ കുറച്ചു മിനിറ്റുകൾ മാത്രമാണ് ഇതിനായി തിരഞ്ഞെടുക്കേണ്ടത്. ഏഴാമത്തെ വഴി പ്രകൃതിയുമായുള്ള സമ്പർക്കമാണ്. ചെരിപ്പില്ലാതെ മണ്ണിലൂടെയും പുല്ലിലൂടെയും നടക്കുക. ഇത് നിങ്ങളെ ഭൂമിയുമായി ബന്ധിപ്പിക്കാൻ സഹായിക്കും. നമ്മുടെ ശരീരത്തിലെ അധികമുള്ള നെഗറ്റീവ് ഊർജ്ജം ഭൂമിയിലേക്ക് പോകാനും ഭൂമിയിൽ നിന്നുള്ള പോസിറ്റീവ് ഊർജ്ജം ശരീരത്തിലേക്ക് വരാനും ഇത് സഹായിക്കും. അടിസ്ഥാന ചക്രങ്ങൾ ശക്തമാകാതെ മുകളിലുള്ള ആജ്ഞാചക്രം ഉണർത്തുന്നത് അപകടമാണ്. അതിനാൽ ഭൂമിയുമായുള്ള ബന്ധം എപ്പോഴും നിലനിർത്തുക. എട്ടാമത്തെ വഴി നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുക എന്നതാണ്. നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള സങ്കടങ്ങളോ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളോ ആയിരിക്കും എപ്പോഴും മനസ്സിൽ. എന്നാൽ ഈ ചിന്തകളെ ഒരു സാക്ഷിയായി നിന്ന് നോക്കിക്കാണാൻ ശ്രമിക്കുക. വർത്തമാനകാലത്തിൽ നിൽക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ബോധം ഉണരുന്നത്. മനസ്സ് ശാന്തമാകുമ്പോൾ മാത്രമാണ് മൂന്നാം കണ്ണ് തുറക്കാൻ സാധിക്കുകയുള്ളൂ. സ്വാമി വിവേകാനന്ദൻ ഉൾപ്പെടെയുള്ള മഹത് വ്യക്തികൾ ഈ അവസ്ഥയെക്കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. മനസ്സിനെ ഏകാഗ്രമാക്കുന്നതിലൂടെ ഏത് സാധാരണക്കാരനും ഈ ആത്മീയ ഉണർവിലേക്കെത്താമെന്ന് അവർ പറയുന്നു. പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ അറിയണമെങ്കിൽ ഊർജ്ജം, കമ്പനം എന്നീ തലങ്ങളിൽ ചിന്തിക്കാൻ നിക്കോള ടെസ്ലയെപ്പോലുള്ള ശാസ്ത്രജ്ഞരും പറഞ്ഞിട്ടുണ്ട്. ഈ മൂന്നാം കണ്ണ് ഉണരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഊർജ്ജത്തിന്റെ തലത്തിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. മൂന്നാം കണ്ണ് ഉണർത്താൻ ശ്രമിക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊരു ഒറ്റ ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ സംഭവിക്കുന്ന കാര്യമല്ല. ചിലർക്ക് മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം ഇതിന്റെ പൂർണ്ണമായ ഫലം ലഭിക്കാൻ. അതുകൊണ്ട് ക്ഷമയോടെയിരിക്കുക. ഒന്നും പ്രതീക്ഷിക്കാതെ ഈ കാര്യങ്ങൾ ദിവസവും പരിശീലിക്കുക. ഞാൻ നാളെ തന്നെ എന്റെ മൂന്നാം കണ്ണ് തുറക്കും, എനിക്ക് മാന്ത്രിക ശക്തികൾ കിട്ടും എന്ന വാശിയിൽ ധ്യാനിക്കാനിരുന്നാൽ അത് ഒരിക്കലും സംഭവിക്കില്ല. ഇതൊരു മത്സരമല്ല. പ്രകൃതിദത്തമായി ഒരു പൂവ് വിരിയുന്നതുപോലെ വളരെ സ്വാഭാവികമായി നടക്കേണ്ട ഒരു പ്രക്രിയയാണിത്. ബലപ്രയോഗത്തിലൂടെ ഒരു പൂവിനെ വിരിയിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ ഇതളുകൾ നശിച്ചുപോകുകയേയുള്ളൂ. സമാനമായി അമിതമായ സമ്മർദ്ദം നൽകി ആജ്ഞാചക്രം ഉണർത്താൻ ശ്രമിക്കുന്നത് മാനസികമായ അസ്വസ്ഥതകൾക്ക് കാരണമായേക്കാം. നമ്മുടെ താഴെയുള്ള 5 ചക്രങ്ങളായ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി എന്നിവ
സന്തുലിതാവസ്ഥയിൽ ആയതിനുശേഷം മാത്രമേ ആജ്ഞാചക്രത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാവൂ എന്ന് യോഗശാസ്ത്രം പറയുന്നു. അടിത്തറയില്ലാതെ ഒരു വലിയ കെട്ടിടം പണിയാൻ ശ്രമിക്കുന്നതുപോലെയാണത്. അതിനാൽ നിങ്ങളുടെ ഭയം, ദേഷ്യം, അസൂയ, ആസക്തി എന്നിവയൊക്കെ നിയന്ത്രിക്കാൻ ആദ്യം ശ്രമിക്കുക. ശരിയായ ആഹാരവും വ്യായാമവും നല്ല ചിന്തകളും നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. മൂന്നാം കണ്ണ് ഉണർന്നുകഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതം പഴയതുപോലെ ആയിരിക്കില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ലോകത്തെ കാണുന്ന രീതി തന്നെ പൂർണ്ണമായും മാറും. ഭൗതികമായ സമ്പത്തിനോടോ പ്രശസ്തിയോടോ ഉള്ള നിങ്ങളുടെ അമിതമായ ആഗ്രഹം എന്നേക്കുമായി ഇല്ലാതാകും. പകരം ശാന്തിയും സമാധാനവും നിരുപാധികമായ സ്നേഹവും നിങ്ങളുടെ ജീവിതത്തിന്റെ മുഖമുദ്രയായി മാറും. മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിലല്ല, മറിച്ച് നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിലാകും നിങ്ങളുടെ ശ്രദ്ധ. എല്ലാ മനുഷ്യരിലും ഈ വലിയ കഴിവ് ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അത് ഉണർത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ അപാരമായ ശക്തിയെ തിരിച്ചറിയുക. ഭയമില്ലാതെ സ്നേഹത്തോടെ ആ യാത്ര ആരംഭിക്കുക. പ്രപഞ്ചത്തിന്റെ അനന്തമായ അറിവുകളിലേക്കും രഹസ്യങ്ങളിലേക്കും നിങ്ങളുടെ മൂന്നാമത്തെ കണ്ണ് തുറക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.